കൊല്ലം കുരീപ്പുഴയിൽ പള്ളിക്ക് സമീപം മത്സ്യബന്ധന ബോട്ടുകളിലാണ് ഇന്ന് പുലർച്ചെയോടെ വൻ അഗ്നിബാധയുണ്ടായത്. കായലുകളിൽ നങ്കൂരമിട്ടിരുന്ന ബോട്ടുകൾക്കാണ് തീ പിടിച്ചത്. തമിഴ്നാട് കുളച്ചിൽ നിന്നും പൊഴിയൂരിൽ നിന്നുമുള്ള ബോട്ടുകളാണ് അപകടത്തിൽപ്പെട്ടത്. ബോട്ടിലുണ്ടായിരുന്ന ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. വലിയ രീതിയിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടായത്. ആദ്യം 2 ബോട്ടുകളിലാണ് തീ പിടിച്ചത്. പിന്നീട് അത് കൂടുതൽ ബോട്ടുകളിലേക്ക് പടരുകയായിരുന്നു. 9 ബോട്ടുകളും ഒരു ഫൈബർ വള്ളവുമാണ് കത്തി നശിച്ചത്. ഇനി ഒരു തരത്തിലും പുനരുപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക് പൂർണ്ണമായും കത്തി അമർന്നിരിക്കുന്നു. എല്ലാ ബോട്ടുകളും കൃത്യസമയത്ത് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട ദൗത്യത്തിനൊടുവിലാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. അതിലിപ്പോൾ ഒരു ബോട്ടിൽ മാത്രമാണ് ഈ തീ അണയ്ക്കാനുള്ളൂ. ബാക്കി ബോട്ടുകളിലെ തീയെല്ലാം പൂർണ്ണമായും അണച്ചു കഴിഞ്ഞു. ഈ ഒരു അപകടം ഉണ്ടായ സമയത്ത് പ്രദേശവാസികളാണ് ആദ്യം ഓടിയെത്തി ഈ ബോട്ടുകളിലെ കെട്ടഴിച്ചു വിട്ടത്. അതിലൊരു ബോട്ട് മാത്രം കുറച്ച് ദൂരേക്ക് മാറിപ്പോയി. അതിലാണ് ഇപ്പോൾ തീയുള്ളത്. ഇനി അത് അണയ്ക്കാൻ കൂടിയേ ഉള്ളൂ. രാഹുൽ ജിനാഥ് അവിടെ നിന്ന് തുടരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകാനായി. രാഹുൽ, വലിയ രീതിയിലുള്ള ഒരു അപകടം ഇപ്പോൾ നേരത്തെ പ്രതികരണം വന്നപ്പോൾ അതിൽ പറയുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഉടമസ്ഥൻ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിൽ ഒരു ഉടമസ്ഥൻ വയ്യാതെ ആശുപത്രിയിലാണ് എന്ന്. കാരണം എത്രയോ പേരുടെ ജീവനോപാധി കൂടിയാണ്. നമുക്ക് മറ്റാൾനാശമില്ല, ബോട്ടുകൾ മാത്രമാണ് കത്തി നശിച്ചിരിക്കുന്നതെന്ന് പറയുമ്പോഴും എത്രയോ പേരുടെ ജീവനോപാധി കൂടിയാണ് ഈ കത്തി നശിച്ചതിന്റെ കൂട്ടത്തിലുള്ളത്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി മുന്നിൽ നിൽക്കുന്നത്. കാരണം ഈ 9 വള്ളങ്ങൾ, ഒരു ഫൈബർ ബോട്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ എത്ര പേരാണ് ജീവിതം, ഒരു പ്രതീക്ഷയോടെ ജീവിതം സ്വപ്നം കണ്ട് ഇവിടേക്ക് എത്തുക. അതും ഈ തിരുവനന്തപുരത്ത് നിന്നുള്ളവരും തമിഴ്നാട്ടിൽ നിന്നുള്ളവരുമാണ്. അപ്പോൾ അവർ ഇവിടേക്ക് എത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അത് ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ള ലക്ഷ്യവുമായി വരുന്നതാണ്. ഇപ്പോൾ എന്തായാലും അതിൽ അവർക്ക് ജീവനോപാധിയായിരുന്ന ബോട്ടുകളിൽ ഭൂരിഭാഗവും പൂർണ്ണമായി കത്തി നശിച്ചു. അത് ഇനി വീണ്ടും ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഉപയോഗമുള്ളൊരു സാധനം തിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് വലിയ രീതിയിൽ വ്യാപകമായ നാശത്തിലേക്ക് പോയിരിക്കുകയാണ്. അത് നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന വള്ളങ്ങളൊക്കെ ഈ പറയുന്നത് പോലെ ബോട്ടുകളൊക്കെ പൂർണ്ണമായി കത്തി നശിച്ചിട്ടുണ്ട്. അതിലുള്ള വല പോലും ഇനി തിരിച്ചെടുക്കാൻ കഴിയാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. നമുക്കിപ്പോൾ നമ്മുടെ ഈ കരയ്ക്ക് തൊട്ട് മുന്നിലുള്ള ഇടത്ത് നിന്നുള്ള വള്ളങ്ങളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ തിരിച്ചു മാറ്റിവെക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ദൃശ്യങ്ങളിൽ പ്രേക്ഷകർ കാണുന്ന ഈ 3-4 വള്ളങ്ങൾ അതിലുണ്ട്. അതിൽ പല വള്ളങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം മറ്റു ഭാഗം പൂർണ്ണമായി കത്തി നശിക്കുന്ന തരത്തിലേക്ക് പോയിട്ടുണ്ട്. ഇപ്പോഴും പുക ഇങ്ങനെ ഉയരുകയാണ്. ഉള്ളിൽ ഈ തീ പടരുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റേണ്ടതായുണ്ട്. ഒപ്പം ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് പോലെ തൊട്ട് മുന്നിലുള്ള, അതായത് ഈ വള്ളങ്ങളെയൊക്കെ അപ്പുറത്തേക്ക് കിടക്കുന്ന ഒരു വെള്ളം, ആ വെള്ളത്തിലാണ് ഇപ്പോൾ എന്തായാലും തീയുള്ളത്. 2 ഭാഗത്ത് നിന്ന് അവിടേക്ക് വെള്ളം പമ്പ് ചെയ്ത് വെള്ളം എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അത്രമാത്രം ദൂരേക്ക് എത്തുമ്പോൾ ഈ മർദ്ദത്തിലുണ്ടാകുന്ന വ്യത്യാസം ഉണ്ടാകുന്നുള്ളത് തന്നെയാണ്. ഏറ്റവും പ്രധാനമായി ഇപ്പോൾ ഈ ഉടമസ്ഥരെ അന്വേഷിക്കുമ്പോഴാണ് ഈ ഉടമസ്ഥരിൽ ഒരാൾ ഇത്തരത്തിൽ ഈ അപകടം അറിഞ്ഞ് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആശുപത്രിയിലേക്ക് പോയി എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഈ സ്ഥിരം ഇവിടെ നങ്കൂരം ഇട്ട് ഈ വള്ളം വെക്കുന്ന സ്ഥലമാണ്. തൊഴിലാളികൾ നേരത്തെ ഇവർ സൂചിപ്പിച്ചതുപോലെ അവർ പെരുന്നാളുമായി ബന്ധപ്പെട്ട്, അതായത് വിശ്രമവേളയാണ്, ഞായറാഴ്ച ദിവസമാണ്. അപ്പോൾ പള്ളിയിലേക്ക് പോകുന്ന ദിവസമാണ്. അങ്ങനെ പോകാൻ വേണ്ടി, ജോലിയൊക്കെ കഴിഞ്ഞ് പോകാൻ വേണ്ടി പോവുകയാണ്. ഇവരൊക്കെ പോകുമ്പോഴും മടങ്ങിയെത്തുന്നത് പിന്നെയും ജോലി ചെയ്യാം, ഈ വെള്ളത്തിലേക്ക് എത്താം എന്ന പ്രതീക്ഷയായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ ഒറ്റയടിക്ക് നഷ്ടമാകുന്നത്. അങ്ങനെ ആ ഒരു നഷ്ടത്തിൻ്റെ ആഘാതമാണ് പ്രതീക്ഷിക്കാതെ അങ്ങനെ ഉണ്ടായതിൻ്റെ ഒരു ഭാരമാണ് മാനസികമായി താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വന്നു. അതുകൊണ്ടാണ് ആ ബോട്ടുടമ ഉൾപ്പെടെയുള്ളവർ നടത്തിപ്പുകാരുൾപ്പെടെയുള്ളവർക്ക് സ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ആശുപത്രിയിലേക്ക് പോകേണ്ട ഒരു ഘട്ടം വരിക. കാരണം ഇവരാരും പ്രതീക്ഷിച്ചിരുന്നില്ല ഇത്തരം ഒരു അപകടം.